ഹായ് ഡിയേഴ്സ്, നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് ട്രൈ ചെയ്ത് നോക്കിയാലോ. സോ അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു ജാസ് വേൾഡ് ബൈ ശ്രുതി. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ അരി കുക്ക് ചെയ്യുന്നത് സാധാ വെള്ളത്തിലല്ല, നമ്മുടെ ചെമ്മീൻ്റെ തന്നെ സ്റ്റോക്കിനകത്താണ് നമ്മൾ ഇന്നത്തെ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി നെടുവേ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ചെറിയ 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 ബേ ലീഫ്, ഒരു തണ്ട് വേപ്പില, ഒരു പിടി മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ ഒരു പകുതി കട്ട് ചെയ്ത സവോള, 2 ഗ്രാമ്പു, 2 കഷ്ണം കറുവപ്പട്ട, 2 ഏലക്കായ, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ആ പ്രോൺസിൻ്റെ തല, അതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതിലേക്ക് അരി കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. അത്യാവശ്യം ഒരു 3-4 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. പോരാത്ത നമ്മൾ ചൂടുവെള്ളം ചേർത്തിട്ട് അരി കുക്ക് ചെയ്യും. ആ സ്റ്റോക്ക് റെഡിയാകുന്ന ടൈം കൊണ്ട് നമുക്ക് പ്രോൺസ് റെഡിയാക്കി എടുക്കാം. പ്രോൺസ് ഓൾറെഡി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് തിരുമ്മി വെക്കുക. ഇനി ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ ആ കൂടെ തന്നെ കുക്കായി വരുന്നുണ്ട് കേട്ടോ. നല്ല തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതവിടെ ഇരുന്ന് പറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനാണത്. അത് ഫുള്ള് നമുക്ക് ആ ഒരൊറ്റ പാനിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഫുള്ള് നമുക്ക് പരത്തി വെച്ച് കൊടുക്കാം. ഒരു കുറച്ച് നേരം ഒരു സൈഡൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 സൈഡൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ആവണ്ട. നമുക്ക് ആ ഒരു പരുവത്തിനാണ് ബിരിയാണിക്ക് വേണ്ടത്. കാര്യം നമ്മളത് ദം ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ബാക്കി അതിൽ കുക്കായിക്കോളും. ഏകദേശം ചെമ്മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് മാറ്റി വെക്കാം. നമ്മളിതിലേക്കുള്ള ഗ്രേവിക്കുള്ള സവോള ഫുള്ള് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഏകദേശം 3 വലിയ സവോള എടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത സവോള, കുറച്ച് നെയ്യും കുറച്ച് ഓയിലും, ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് റെഡി ആവട്ടെ. ആ ടൈമിൽ നമുക്ക് റൈസിനുള്ള പരിപാടികൾ ചെയ്യാം. നമ്മൾ റൈസ് കുക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കുക. അത് ചൂടായി വരുമ്പോഴേക്കും ഒരു ബേ ലീഫ്, 2 കഷ്ണം കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, 2 ഏലക്ക, ഇത്ര ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഒരു പകുതിയുള്ള സവോള അല്ലെങ്കിൽ ചെറിയൊരു സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള സവോളയാണ്. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 3 കപ്പ് റൈസ് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ആ റൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊട്ടുന്നൊരു പരുവം വരും. ഒരുപാട് നേരം വേണ്ട, ഒരു 10 അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ റൈസ് ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നെയ്യിൽ കിടന്നൊന്ന് ചെറുതായിട്ട് ഫ്രൈ പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റോക്ക്, ചെമ്മീൻ്റെ സ്റ്റോക്കാണിത്, അതൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാത്രം പോരാ കുക്ക് ചെയ്യാനായിട്ട്, അത് കുറവാണ്. അപ്പോൾ നമുക്ക് പോരാത്തതിന് നമുക്ക് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ. നമ്മൾ അരിയുടെ അളവ് ഏകദേശം 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ വെള്ളം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അരിയുടെ ഏകദേശം ഒരു 1/2 ഇഞ്ച് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ, അതാണ് ഞാൻ അങ്ങനെയാണ് നോക്കാറ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പകുതി നാരങ്ങാനീര് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക. നമ്മൾ ഉപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റോക്കിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല. അതിൻ്റെ ഓതൻറ്റിക്കായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ആ പാത്രം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇനി നമുക്ക് ചെമ്മീനുള്ള ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ അതിൽ ചെറിയ 2 കറുവപ്പട്ട, ഗ്രാമ്പു, കുറച്ച് പെരിഞ്ചീരകം, ചെറിയ ബേ ലീഫ് വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അരിഞ്ഞു വെച്ച തക്കാളിയാണ്. ഒരു 2 മീഡിയം സൈസ് തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി വേണം. 2 3, നമുക്ക് ഗ്രേവിക്ക് കുറച്ചുകൂടി തിക്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 തക്കാളി വരെ ചേർക്കാം. ഈ തക്കാളി ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തക്കാളി ഒന്ന്
സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻ കുറച്ച് ഒരു പകുതിയോളം ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണം. ഇത്രത്തോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വഴറ്റി കൊടുക്കാനുള്ള ഒണിയൻ നമ്മൾ അധികം ഡീപ് ഫ്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ അരച്ചെടുത്ത പേസ്റ്റാണ്. അതൊരു 1.5 സ്പൂണോളം നമുക്ക് 1.5 to 2 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും, പുതിനയില ഒരുപാട് വേണ്ട, ഒരു 4-5 ഇലയോളം എടുക്കാം. പിന്നെ കുറച്ച് ഒരു പിടിയോളം മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം, കരിഞ്ഞു പോകരുത്. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി റൈസിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്തതിനകത്തും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഗ്രേവിയിലോട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. രണ്ടും കൂടെ ആ ചെമ്മീൻ്റെ ടേസ്റ്റ് ആ ഗ്രേവിയിലും കൂടെ കിട്ടണം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് വരുന്ന ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഈ ഒരു ഇതിലെടുക്കാം. അധികം ചാറില്ലാത്ത രീതിയിൽ നമുക്ക് ഗ്രേവി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലെടുക്കുക. ഇതാകുമ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. നമുക്ക് ദം ചെയ്യുമ്പോൾ അപ്പോൾ ആ ഗ്രേവി ഒന്ന് റൈസിലോട്ടൊക്കെ കിട്ടാനും കൂടെ നല്ലതാണ്. അതുകൊണ്ടാണ് വെള്ളം ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഗ്രേവിയുടെ ഒരു പോർഷൻ ഇട്ട് കൊടുക്കുക. നമ്മൾ 2 അല്ലെങ്കിൽ 3 ലെയറായിട്ട് ദം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഗ്രേവി ഇടുക. അതിൻ്റെ പുറമേക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/4 ഭാഗം വേവിച്ചിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലെ തന്നെ കുറച്ച് നെയ്യ്, ഫ്രൈ ചെയ്ത ഒണിയൻ, പിന്നെ നമ്മൾ ചൂട് പാലിനകത്ത് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി തൂവി കൊടുക്കുക. ഇത്രയാണ് ഒരു ലെയറിൽ വരിക. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. രണ്ടാമത്തെ ലെയറായിട്ട് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ആ ഗ്രേവി ഇട്ട് കൊടുക്കുക, റൈസ് ഇട്ട് കൊടുക്കുക, പിന്നെ ഫ്രൈ ചെയ്ത ഒണിയൻ, മല്ലിയില, ഗരം മസാല, നെയ്യ്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 അല്ലെങ്കിൽ 3 എത്ര ലെയർ ഇട്ടാലും നമുക്ക് എത്രയാണോ നമ്മുടെ ക്വാണ്ടിറ്റി അതനുസരിച്ച് ലെയർ കൂട്ടിയിടാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ലെയർ മതി. അത്രയും ചെയ്തിട്ട് നമുക്ക് ദമ്മിൻ്റെ ഒരു പ്രോസസ്സിങ് ഇത്രയാണുള്ളത്. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. നമ്മളൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഇത് അടച്ച് വെക്കുന്നത്. ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറമേക്ക് ലിഡ് വെച്ചിട്ട് എയർ പുറത്തോട്ട് പോകാത്ത രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം സ്ലോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ കുക്കിംഗ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും പുറത്തേക്ക്. ഉണ്ടോ, ഈ ഒരു പാകം കറക്റ്റ്, അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.